PSC 2024 തിരുവനന്തപുരത്ത് നടന്ന ചോദ്യവുമായി ബന്ധപ്പെടുത്തിയ കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, അപ്പോൾ നമുക്ക് ഇഡിയോവുമായി ബന്ധപ്പെടുത്തിയ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി ഒരു ചോദ്യമാണ് ബി അബ്രസ്റ്റ് ഓഫ് സംതിങ് മീൻസ് ഡാഷ്. അപ്പോൾ ഇഡിയോവുമായി ബന്ധപ്പെടുത്തിയ ഒരു ചോദ്യമാണ് ബി അബ്രസ്റ്റ് മീൻസ് ഒപ്പം എന്നൊക്കെയാണ് അർത്ഥം. അപ്പം ബി അബ്രസ്റ്റ് ഓഫ് സംതിങ് മീൻസ് ടു നോ എബൌട്ട് റീസെൻറ്റ് തിങ്, നമ്മളിപ്പോൾ നടക്കുന്ന അപ്ഡേറ്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ വസ്തുക്കളെക്കുറിച്ചോ സബ്ജക്റ്റുകളെക്കുറിച്ചോ ഒക്കെ മനസ്സിലാക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ബി അബ്രസ്റ്റ് ഓഫ് സംതിങ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട് കീപ്പ് എവേ ഫ്രം, ബി ബെറ്റർ ദാൻ, അതേപോലെ ബി സിമിലർ ടു, ബി അപ് ടു ഡേറ്റ് വിത്ത്. അതായത് നമ്മൾ വിവരങ്ങളൊക്കെ യഥാക്രമം മനസ്സിലാക്കി പോകുക, അന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, വിഷയങ്ങളിലൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുക, അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമുക്ക് ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ബി അപ് ടു ഡേറ്റ് വിത്ത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി ഒന്ന് രണ്ട് ഇഡിയംസ് പരിചയപ്പെടാം. ഒന്നാമത്തത് ബി ടേക്കൺ എബാക്ക്. ബി ടേക്കൺ എബാക്ക് മീൻസ് സർപ്രൈസ്ഡ് എന്നാണ്. ബി ടേക്കൺ എബാക്ക് മീൻസ് ടു സർപ്രൈസ്ഡ്, നമ്മൾ അതിശയിക്കുക എന്ന അർത്ഥത്തിൽ പറയുന്നത്. ബി ടേക്കൺ എബാക്ക് മീൻസ് സർപ്രൈസ്ഡ്. അതുപോലെയാണ് ബീറ്റ് എറൗണ്ട് ദ ബുഷ്. ബീറ്റ് എറൗണ്ട് ദ ബുഷ് നമ്മളറിയാമല്ല, നമുക്ക് ദേഷ്യമൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അടുത്തുള്ള സാധനങ്ങളൊക്കെ എറിഞ്ഞു പൊട്ടിക്കാറുണ്ട്, അത്തരത്തിലൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ദേഷ്യം വരുന്നു അല്ലെങ്കിൽ ദേഷ്യം കാണിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്നതാണ് ഇത്തരത്തിലുള്ള കയ്യിലിരിക്കുന്ന സാധനം എടുത്തെറിയുക, അല്ലെങ്കിൽ എന്ത് ചെയ്യും കൈയിട്ട് ഇടിക്കുക എന്നൊക്കെ പറയില്ലേ. ബീറ്റ് അറൗണ്ട് ദ ബുഷ് മീൻസ് സ്പീക്ക് ഇൻഡയറക്റ്റ്ലി എന്നാണ്. സ്പീക്ക് ഇൻഡയറക്റ്റ്ലി. അതേപോലെ ബെഡ് ഓഫ് നെയിൽ, അടുത്തൊരു ഇടിയാണ് ബെഡ് ഓഫ് നെയിൽ. ബെഡ് ഓഫ് നെയിൽ എന്ന് പറഞ്ഞാലോ, ബെഡ് ഓഫ് നെയിൽ മീൻസ് ഇപ്പോൾ നമ്മൾ ബെഡിൽ ആണിയിരുന്നു, ആണിയിൽ കയറി കിടന്നു എന്ന് വെച്ചാൽ, അപ്പോൾ അത് കിടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വേദനിക്കാറുണ്ട്, ആണി പൊത്താൽ വേദനിക്കാറുണ്ട്. അപ്പോൾ ബെഡ് ഓഫ് നെയിൽ മീൻസ് പെയിൻഫുൾ എന്നാണ് കേട്ടോ, പെയിൻഫുൾ ലൈഫ്. ബെഡ് ഓഫ് നെയിൽ മീൻസ് പെയിൻഫുൾ ലൈഫ്. അതേപോലെയാണ് ബെഡ് ഓഫ് റോസസ്. ബെഡ് ഓഫ് റോസസ് എന്ന് പറഞ്ഞാൽ കംഫർട്ടബിൾ ആൻഡ് ഹാപ്പി ലൈഫ്, വളരെ ഹാപ്പി ആയിട്ടുള്ള ജീവിതം, കംഫർട്ടബിൾ ലൈഫ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ബെഡ് ഓഫ് നെയിൽ എന്ന് പറഞ്ഞാൽ പെയിൻഫുൾ ലൈഫ്, ബെഡ് ഓഫ് റോസസ് എന്ന് പറഞ്ഞാൽ കംഫർട്ടബിൾ ഓർ ഹാപ്പി ലൈഫ്. അതേപോലെയാണ് ബേർഡ്സ് ഐ വ്യൂ. ബേർഡ്സ് ഐ വ്യൂ മീൻസ് ജനറൽ വ്യൂ. ബേർഡ്സ് ഐ വ്യൂ മീൻസ് ജനറൽ വ്യൂ, പൊതുവായ കാഴ്ചപ്പാടെന്നൊക്കെ പറയില്ലേ, അതിനെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ 5 ഇടിയാണ് പഠിച്ചത്. ബി ടേക്കൺ എബാക്ക് മീൻസ് സർപ്രൈസ്ഡ്, ബീറ്റ് എറൗണ്ട് ദ ബുഷ് മീൻസ് സ്പീക്ക് ഇൻഡയറക്റ്റ്ലി, ബെഡ് ഓഫ് നെയിൽ. അപ്പോൾ നമ്മൾ ബിയുമായി ബന്ധപ്പെട്ട കുറച്ച് ഇഡിയംസ് ആണ്. ബെഡ് ഓഫ് നെയിൽ മീൻസ് പെയിൻഫുൾ ലൈഫ്, ബെഡ് ഓഫ് റോസസ് മീൻസ് കംഫർട്ടബിൾ ഓർ ഹാപ്പി ലൈഫ്, ബേർഡ്സ് ഐ വ്യൂ മീൻസ് ജനറൽ വ്യൂ. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഐ ഷഫിൾഡ് ഡാഷ് വൈൽ പ്ലേയിങ്. ഐ ഷഫിൾഡ് ദ ഡാഷ് വൈൽ പ്ലേയിങ്. കളക്റ്റീവ് നൗണുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമായിരുന്നു. നമുക്ക് കളക്റ്റീവ് നൗണുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്ത മറ്റൊരു ചോദ്യമാണ് പറഞ്ഞിരിക്കുന്നത് ഐ ഷഫിൾഡ് ദ ഡാഷ് വൈൽ പ്ലേയിങ്. ഡെക്ക് ഓഫ് കാർഡ്സ് ഓപ്ഷനിലുണ്ട്. അപ്പോൾ കാർഡാണ്, കാർഡിനെ കുറിച്ചുള്ള കളക്റ്റീവ് നൗണാണ്. എന്ത് ചെയ്യുന്നു? ഞാൻ കളിക്കുന്ന സമയത്ത് ചീട്ട് കളിക്കുന്ന സമയത്ത് കാർഡ് ഞാൻ എന്ത് ചെയ്യാറുണ്ട്? ഷഫിൾ ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കാർഡിൻ്റെ കളക്റ്റീവ് നൗണാണ് നമുക്ക് കിട്ടേണ്ടത്. ഇപ്പോൾ ഡെക്ക് ഓഫ് കാർഡ്സ് ഉണ്ട്, പോഡ് ഓഫ് കാർഡ്സ് ഉണ്ട്, ക്ലസ്റ്റർ ഓഫ് കാർഡ്സ് ഉണ്ട്, ഫ്ലോക്ക് ഓഫ് കാർഡ്സ് ഉണ്ട്. ഇപ്പോൾ കാർഡിൻ്റെ കളക്റ്റീവ് നൗൺ നമുക്കറിയാം ഡെക്ക് ഓഫ് കാർഡ്സ് ആണ്. ഡെക്ക് ഓഫ് കാർഡ്സ്. കാർഡിന് മറ്റും കളക്റ്റീവ് നൗൺ ഉണ്ട്. പാക്ക് ഓഫ് കാർഡ്സ് എന്നും പറയാറുണ്ട്. പാക്ക് ഓഫ് കാർഡ്സ് പറയാറുണ്ട്. ഈ പാക്ക് ഓഫിനകത്ത് വൂൾഫ് വരാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതായിരുന്നു നമുക്ക് പരീക്ഷയിൽ ചോദിച്ചത്. പാക്ക് ഓഫ് വൂൾഫ് വരാറുണ്ട്, പാക്ക് ഓഫ് ഡോഗ്സ് പറയാറുണ്ട്, പാക്ക് ഓഫ് സിഗരറ്റ് പറയാറുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ വരുന്നത് ഡെക്ക് ഓഫ് കാർഡ്സ്. ഉത്തരം ഡെക്ക് ഓഫ് കാർഡ്സ് ആണ്. എങ്ങനെയാണെങ്കിൽ പോഡ് ഓഫിനകത്ത് വരുന്നതാണെങ്കിൽ പോഡ് ഓഫ് വെയിൽസ് എന്നാണ് പറയുന്നത്. പോഡ് ഓഫ് വെയിൽസ്, ബ്ലൂ വെയിലിൻ്റെ കളക്റ്റീവ് ആണ് പോഡ് ഓഫ്. ക്ലസ്റ്റർ ഓഫിനകത്ത് വരുന്നത് ഐലൻഡ് ആണ്. ക്ലസ്റ്റർ ഓഫ് ഐലൻഡ് എന്നും പറയാറുണ്ട്. അതേപോലെ ക്ലസ്റ്റർ ഓഫ് കോക്കനട്ട് എന്നും പറയാറുണ്ട്. ക്ലസ്റ്റർ ഓഫ് ഐലൻഡ്, കോക്കനട്ട്. നമുക്കറിയാം ഫ്ലോക്ക് ഓഫ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് പറയാറുണ്ട്, ഷീപ്പ് പറയാറുണ്ട്, അതുപോലെ ടൂറിസ്റ്റ് പറയാറുണ്ട്. ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, ടൂറിസ്റ്റ്, അതുപോലെ ബേർഡ്സ്, ഇതിൻ്റെയൊക്കെ കളക്റ്റീവാണ് ഫ്ലോക്ക് ഓഫ് ആണ്. ഓക്കെ, നമുക്ക് ഉത്തരം ഡെക്ക് ഓഫ് കാർഡ്സ് ആണ്. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ദ ഡോക്ടർ അഡ്വൈസ്ഡ് ഹിം ടു അബ്സ്റ്റെയിൻ ഡാഷ് ഡ്രിങ്കിങ്. അപ്പോൾ നമുക്ക് പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അബ്സ്റ്റെയിൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ അല്ലെങ്കിൽ വേർഡിനോടൊപ്പം ചേരുന്ന, നമുക്കറിയാം പ്രിപ്പോസിഷൻ 3 തരം ചോദ്യങ്ങളാണ്. ഡയറക്റ്റ് പ്രിപ്പോസിഷനുണ്ട്,
വേർഡ്സ് ഫോളോഡ് ബൈ പ്രിപ്പോസിഷൻ ഉണ്ട്, സെയിം വേർഡ്സ് വിത്ത് ഡിഫറൻറ്റ് പ്രിപ്പോസിഷൻസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പല തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഇവിടെ വേർഡ്സ് ഫോളോഡ് ബൈ പ്രിപ്പോസിഷൻ ആണ്. ചില വാക്കുകളോടൊപ്പം ഇന്ന പ്രിപ്പോസിഷൻ മാത്രമേ ചേരാവൂ എന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വാക്കാണ് അബ്സ്റ്റെയിൻ. അബ്സ്റ്റെയിനോടൊപ്പം ഫ്രം മാത്രമേ ചേരാറുള്ളൂ. അപ്പോൾ നമുക്ക് ഉത്തരം ഫ്രം ആണ്, അബ്സ്റ്റെയിൻ ഫ്രം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫ്രം ചേർത്ത് പറയുന്ന കുറച്ച് വാക്കുകളുണ്ട്, അതൊന്ന് പഠിച്ചു വയ്ക്കുക. അബ്സ്റ്റെയിൻ നമ്മളിപ്പോൾ പറഞ്ഞു. അതേപോലെ ആബ്സെൻറ്റ്, രണ്ടാമത്തെ വാക്ക് ആബ്സെൻറ്റ്, അബ്സ്റ്റെയിൻ, ആബ്സെൻറ്റ്, എപ്പാർട്ട്, 3 വാക്കുകൾ പറഞ്ഞു. അബ്സ്റ്റെയിൻ, ആബ്സെൻറ്റ്, എപ്പാർട്ട്. അതുപോലെ ബോറോ, ഡിസെൻറ്റ്, ബോറോ, ഡിസെൻറ്റ്, ഡൈവേർട്ട്, ബോറോ, ഡിസെൻറ്റ്, ഡൈവേർട്ട്. അതുപോലെ എക്സ്കേപ്പ്, അടുത്ത വാക്കാണ് എക്സ്കേപ്പ്. ഏതൊക്കെ വാക്കുകൾ പറഞ്ഞു? അബ്സ്റ്റെയിൻ, ആബ്സെൻറ്റ്, എപ്പാർട്ട്, ബോറോ, ഡിസെൻറ്റ്, ഡൈവേർട്ട്, എക്സ്കേപ്പ്. ഫ്രീഡം, അടുത്ത വാക്ക് ഫ്രീഡം. പ്രൊഹിബിറ്റ്, അതുപോലെ റിഫ്രൈൻ, അതുപോലെ പ്രിവെൻറ്റഡ്, പ്രിവെൻറ്റഡ്, പ്രൊഹിബിറ്റ്, റിഫ്രൈൻ, ഫ്രീഡം. അപ്പോൾ ഇത്രയും വാക്കുകൾ ഏത് കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയുക? ഫ്രം ചേർത്ത് പറയുക. അപ്പോൾ ഫ്രം ചേർത്ത് പറയുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു? അബ്സ്റ്റെയിൻ, ആബ്സെൻറ്റ്, എപ്പാർട്ട്, ഡിസെൻറ്റ്, ഡൈവേർട്ട്, എസ്കേപ്പ്, ഫ്രീഡം. അതുപോലെ പ്രൊഹിബിറ്റ്, റിഫ്രൈൻ, പ്രിവെൻറ്റഡ്. ഇത്രയും വാക്കുകൾ കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയുക? ഫ്രം ചേർത്ത് പറയുക. ഇതിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. പ്രൊഹിബിറ്റ്, പ്രിവെൻറ്റ്, റിഫ്രൈൻ, ഈ 3 വാക്കുകൾ കഴിഞ്ഞാൽ ഏതാണെന്ന് നമ്മൾ പറഞ്ഞു? ഫ്രം ആണെന്ന് പറഞ്ഞു. ഇത് ജെറൻഡിൻ്റെ ടോപ്പിക്കിനോട് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഈ വാക്കുകൾ ഏത് കഴിഞ്ഞിട്ടും ഫ്രം പ്ലസ് ING, ജെറൻഡിൻ്റെ ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്കുകൾ കഴിഞ്ഞാൽ ഫ്രം പ്ലസ് ING ഉത്തരമായി വരുന്നു. അപ്പോൾ റിഫ്രൈൻ ഫ്രം, പ്രൊഹിബിറ്റഡ് ഫ്രം, പ്രിവെൻറ്റഡ് ഫ്രം പ്ലസ് ING ജെറൻഡിൻ്റെ ടോപ്പിക്കിലും ഈ വാക്കുകൾ വരാറുണ്ട്. അടുത്ത 4ാമത്തെ ചോദ്യമാണ് കീപ് ക്വയറ്റ്. അപ്പോൾ കീപ് ക്വയറ്റ് നമുക്കറിയാം ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇമ്പരേറ്റീവ് സെൻറ്റൻസിൻ്റെ ഉത്തരങ്ങൾ വിൽ യു പറയാറുണ്ട്, അതേപോലെ കാണ്ട് യു പറയാറുണ്ട്, വോണ്ട് യു പറയാറുണ്ട്. നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? സിമ്പിൾ ഇമ്പരേറ്റീവ് ആണെങ്കിൽ വിൽ യു ഉത്തരം. ഇനി കർശനമായി പാലിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ ഏത് പറയുക? വോണ്ട് യു ഉത്തരമായിട്ട് പറയും. പിന്നെ അതേപോലെ തന്നെ അസഹിഷ്ണുതയെ സൂചിപ്പിക്കുന്ന വാക്കുകളാണെങ്കിൽ, ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഏത് പറയുക? കാണ്ട് യു ടാഗായിട്ട് ഉപയോഗിക്കും. നമുക്ക് കീപ് ക്വയറ്റ് മിണ്ടാതിരിക്കാനാണ് പറയുന്നത്, ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന കാര്യമില്ലേ, അതുകൊണ്ട് നമുക്ക് ഉത്തരം ഏത് കിട്ടണം? കാണ്ട് യു ടാഗായിട്ട് പറയാം. വിൽ യു പറയരുത്. സിമ്പിൾ ഇമ്പരേറ്റീവ് ആണെങ്കിൽ വിൽ യു, ഇവിടെ വിൽ യു ഉണ്ട്, കാണ്ട് യു ഉണ്ട്. അപ്പോൾ സിമ്പിൾ ഇമ്പരേറ്റീവ് ആണെങ്കിൽ വിൽ യു, കർശനമായി പാലിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ വോണ്ട് യു ടാഗായിട്ട് ഉപയോഗിക്കണം. സഹിക്കാൻ കഴിയാത്ത ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ കീപ് ക്വയറ്റ് എന്നോ സ്റ്റോപ്പ് നോൺസെൻസ് ടോക്കിംഗ് എന്നോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് പറയുക? കാണ്ട് യു ടാഗ്. ഉത്തരം ഏതാണ്ട് കാണ്ട് യുയുടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത 5ാമത്തെ ചോദ്യമാണ് എയ്തർ മൈ ഫാദർ ഓർ മൈ മദർ, എയ്തർ മൈ ഫാദർ ഓർ മൈ മദർ ഡാഷ് കമ്മിങ് ടു മീറ്റിംഗ്. നമുക്ക് എയ്തർ ഓർ ആണ്, കോൺകോഡുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. നമുക്കറിയാം എയ്തർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ, ഓർ. 4 വാക്കുകളൊക്കെ എയ്തർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ, ഓർ വച്ച് കണക്ട് ചെയ്താൽ 2ാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് ഉത്തരം എഴുതണം. 2ാമത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ്? മൈ മദർ ആണ്. മൈ മദർ സിംഗുലാർ ആയതുകൊണ്ട് ഉത്തരം ഏത്? ഈസ് സിംഗുലാർ ആണ്, ആറ് പ്ലൂറലാണ്, ഹൗ പ്ലൂറലാണ്, പിന്നെ നൺ ഓഫ് ദീസ്. ഏതാണ് ഉത്തരം കിടക്കുന്നത്? ഈസ്. ഈസ് കഴിഞ്ഞാൽ ING ഉത്തരമായിട്ട് വരുന്നു.